ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് ഫാഷൻ കഫേ ബൈ പുളിമുട്ടിൽ സിൽക്സ്. ഞാൻ റനീഷ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലുള്ള പുളിമുട്ടിൽ സിൽക്സിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ഫാഷൻ അപ്ഡേറ്റ്സ് എല്ലാമായിട്ട് നിങ്ങളോടൊപ്പം ഇനി ഞാനും ഉണ്ടാവും. ഓക്കെ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും മാത്രമല്ല ഈ ഷോറൂമിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് പാർട്ടിലോട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതെവിടെയാണെന്ന് ഗസ് ചെയ്യൂ. യെസ്, അത് മറ്റൊന്നുമല്ല, നമ്മുടെ പാർട്ടി വെയർ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇഫ് യു ഗൈസ് ആർ റെഡി, ദെൻ കം ആൻഡ് ജോയിൻ വിത്ത് മീ. യെസ്, അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് നമുക്ക് ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് നമ്മുടെ ലിസ്മ ചേച്ചിയും മേഘ ചേച്ചിയും കൂടിയിട്ടാണ്. ലിസ്മ ചേച്ചി ഫ്ലോർ മാനേജറും കൂടിയിട്ടാണ്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ലിസ്മ ചേച്ചിയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാവാലയൊക്കെ കളിച്ച് അങ്ങ് പ്രോ ഡാൻസർ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോ ഡാൻസറാണ് നമ്മളെ പുതിയ കളക്ഷൻസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. ചേച്ചി, ഇതിലേതാണ് ഫ്രഷ് കളക്ഷൻസ് പുതിയതായിട്ട് വന്നത്? പുതിയ കളക്ഷൻസ് ആണ്. ഓ, എല്ലാം പുതിയതാണ്. ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. എൻ്റെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡിങ് ആണല്ലോ പേസ്റ്റൽ ഷെയ്ഡ്സ്. നമുക്ക് ആദ്യം ഒരു പേസ്റ്റൽ ഷെയ്ഡ് പിടിക്കാം. നമുക്ക് ഇത് നോക്കിയാലോ? നോക്കാം. ബീഡ്സ് ആണല്ലേ മെയിനായിട്ട് അതിൽ വരുന്നത്. കട്ട് ബീഡും പിന്നെ സ്വീക്വൻസ് വർക്കും വരുന്നത് ആണല്ലേ. ഫുൾ വർക്കാണ്. ഞാനൊരു ഒരെണ്ണം ചോദിച്ചു, ഒരു പൂന്തോട്ടം തന്നെ തന്നു. ഇത് അത്യാവശ്യം നല്ല ഹെവി ആണ്. നിങ്ങളൊക്കെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നവരാണോ? ആവശ്യമില്ല. നല്ല കൗണ്ടറാണ്. നമുക്ക് ഇവിടെ വന്നെന്ന് വെച്ചാൽ ജിമ്മിൽ പോകേണ്ട കാര്യമില്ല. നല്ല വർക്ക്ഔട്ട് വരുന്നുണ്ടല്ലേ? കാരണം അത്യാവശ്യം നല്ല ഹെവി ആണ് കേട്ടോ. ഹെവി വർക്കാണ്. ഫുള്ള് സ്വീക്വൻസ് വർക്കും അതുപോലെ തന്നെ കട്ട് ബീഡാണ്. ഇത് കട്ട് ബീഡ്സ് ആണ്. നെറ്റിലാണ് ഈ വർക്ക് വരുന്നത്. ഓക്കെ, ശരി ശരി. ഇതിൽ നല്ല ലെഹങ്കയൊക്കെ സ്റ്റിച്ച് ചെയ്തെല്ലാം നല്ല രസമായിരിക്കും അല്ലേ? ഗൗണുകളില്ലേ നല്ല ഷേപ്പിൽ കിടക്കും അല്ലേ? നല്ല രസമുള്ള വർക്ക് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആണല്ലേ? മോഡൽ ഒന്നും എന്നിട്ട് എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? ചുമ്മാ ചോദിച്ചതാ, തരാന്ന്. ഓക്കെ. അത് മറ്റേ പ്രോ ഡാൻസർ എന്ന് പറഞ്ഞോണ്ടായിരിക്കും അല്ലേ? തീർച്ചയായും. പക്ഷെ നല്ലൊരു വർക്കുള്ള ഒരു മെറ്റീരിയൽ ആണ്. കട്ട് ബീഡ്സും അതേപോലെ സീക്വൻസും എല്ലാം വരുന്നതാണ്. പക്ഷെ ദൂരം നിന്ന് കാണുമ്പോൾ നമുക്ക് സ്റ്റോൺ പോലെയാണല്ലേ ഈ വൈറ്റ് ഇതെല്ലാം തോന്നില്ല. കംപ്ലീറ്റ് സ്വീക്വൻസ് വർക്കും കട്ട് ബീഡ് വർക്കും ആണ്. പക്ഷെ നല്ല ഗ്ലേസിംഗ് ഉള്ള കാരണം നമുക്കൊരു സ്റ്റോൺ വർക്കിന്റെ ഒരു ഫീൽ ഉണ്ടല്ലേ. നല്ല രസമുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ പേസ്റ്റൽ ഷെയ്ഡ്സ്. അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. നമുക്ക് എന്നാൽ അടുത്ത മെറ്റീരിയൽ നോക്കിയാലോ? നമുക്ക് ഇനി ഒരു ബ്രൈറ്റ് കളർ നോക്കാം. ഒരു ഗ്രീൻ നോക്കാം. ഓക്കെ. നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. ഇതും നെറ്റിൽ തന്നെയാണല്ലേ വരുന്നത്? ഇതും നെറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത്. കൂടുതലും നമുക്ക് ഈ സ്വീക്വൻസ് വർക്കും ബീഡ് വർക്കും ഒക്കെ വരുമ്പോൾ നെറ്റിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. ശരി ശരി. പക്ഷെ കമ്പാരിറ്റീവ്ലി ആ പേസ്റ്റൽ ഷെയ്ഡിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. ഫിഷ് കട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വരുന്നത് കാരണം നമ്മളൊരു ഫിഷ് കട്ടിലുള്ള ഒരു ഗൗൺ ഒക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും. നമുക്കൊരു വൺ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഒരാളായിട്ട് ചെയ്യാം. കാരണം അത്രയും ലെങ്ത് വരുന്നുണ്ട്. സോ ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു എൻറ്റയർ ഡിസൈൻ കിട്ടാവുന്നതാണ്. സ്കേർട്ട് ആയാലും ഗൗണായാലും നമുക്ക് ഒറ്റ പീസിൽ ചെയ്യാം. അതെ അല്ലേ? മറ്റേത് പീസ് ആവുമ്പോൾ ആ ഒരു ഫിനിഷിങ് അത്രയും വരില്ല. ഗൗണുകൾക്ക് അല്ലാതെ നമുക്ക് ഈ എന്താ പറയാ ഗൗണ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ താഴെ പ്ലെയിൻ ആയിട്ട് ഇത് ബോഡി മാത്രം സ്ലീവ് അങ്ങനെയായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രീനിഷ് നമുക്ക് താഴെ പ്ലെയിൻ ആയിട്ട് നെറ്റിൽ ചെയ്യാൻ പറ്റും. ഇത് ടോപ്പ് ആ ഒരു ഫുൾ പാർട്ടി വെയർ ലുക്കിൽ മേൽഭാഗം മാത്രം ഈ ഒരു മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? സോ നമുക്ക് പല
പല രീതിക്കാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ടൊരു ഗൗണോ അല്ലെങ്കിൽ ഫ്രോക്കോ എന്ത് വേണമെങ്കിലും ആക്കാൻ പറ്റുന്നത്. പക്ഷെ കമ്പാരിറ്റീവ്ലി അതിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ് സീക്വൻസ് ആയത് കാരണം. അതിൽ ബീഡ്സും കൂടെ വരുന്ന കാരണം കുറച്ചുകൂടെ ഹെവിയാണ്. നമുക്ക് എന്നാൽ വേറൊരു കളക്ഷൻ കൂടെ നോക്കാം. അപ്പോൾ ഒരു പെയിൽ കളറായി, ഒരു പെയിലാണോ അത്? അതൊരു പേസ്റ്റൽ ഷെയ്ഡ്, ഒരു ഡാർക്ക് ഷെയ്ഡ്. ഇനി നമുക്കൊരു ബ്ലാക്ക് പിടിച്ചാലോ? ബ്ലാക്ക് ഈസ് ഓൾവേസ് റോയൽ. ഓക്കെ, അതും അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കുറച്ചുകൂടെ അല്ലേ? ഓ, ഇത് നല്ല ഹെവി ആട്ടോ, ഇഷ്ടാനുസരിച്ചിട്ട്. സോ നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണം, കുറച്ചുകൂടെ ലൈറ്റർ ഫോമിൽ വേണോ ഹെവി ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ബ്ലാക്ക് എപ്പോഴും ഏത് കളർ വന്നും പൊക്കോണ്ടിരുന്നോട്ടെ, പക്ഷെ ബ്ലാക്ക് ഈസ് ഓൾവേസ് റോയൽ. അതിൻ്റെ ഒരു ഭയങ്കര ക്ലാസി ലുക്കാണ്. നല്ല രസമുള്ള വർക്കാട്ടോ. എല്ലാം കട്ട് ബീഡാണല്ലേ? ആൻഡ് കട്ട് ബീഡിൻ്റെ താഴെ ചെറിയ സീക്വൻസും കൊടുത്തിട്ടുണ്ട്. ലിസ്മ ചേച്ചി, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇവിടെ മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ചിങ് ഫെസിലിറ്റി ഉണ്ടോ? ഇവിടെ സ്റ്റിച്ചിങ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് മോഡലാണ് റനീഷയ്ക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് അവർ കറക്റ്റ് മെഷർമെന്റ് എടുത്ത് കറക്റ്റ് ആയിട്ട് ചെയ്തു തരും. ആണല്ലേ? സോ അർജന്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. എമർജൻസി ആയിട്ട് ഇപ്പൊ പെട്ടെന്നാണ് ഒരു നിശ്ചയം അല്ലെങ്കിൽ ഒരു കല്യാണം വന്നു, അതൊക്കെ എത്ര മണിക്കൂറിനുള്ളിലായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി തരാൻ പറ്റുക? 1 ഡേയുടെ ഉള്ളിൽ ക്ലിയർ ചെയ്ത് തരും. 1 ഡേയുടെ ഉള്ളിൽ സംഭവം കയ്യിൽ റെഡി. ഇനിയിപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കല്യാണോ എൻഗേജ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ വേറെ എവിടെയും പോയി ബുദ്ധിമുട്ടണ്ട. ഇവിടെ നിന്ന് മെറ്റീരിയൽ വാങ്ങിക്കണമല്ലോ, അവിടെ പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണമല്ലോ, അങ്ങനെയുള്ള ഒരു ഹറിവറിയും വേണ്ട. ഇവിടെ തന്നെ മെറ്റീരിയൽ എടുക്കാം. മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇവിടെയുള്ള ഡിസൈനേഴ്സ് അവരുടേതായ ഐഡിയാസ് കുറേ ഓപ്ഷൻസ് തരുന്നു. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് പുതിയ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഈ ബ്ലാക്കിലൊക്കെ നല്ലൊരു ഗൗൺ ചെയ്തു എന്ന് വെച്ചാൽ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കും അല്ലേ? ഒരു റിസപ്ഷനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല രസമുള്ളത്. നമുക്ക് എന്നാൽ അടുത്തൊരു മെറ്റീരിയലും കൂടെ നോക്കാം. നമുക്ക് ഇതെടുക്കാം. ഇത് പോവാം. കുറച്ചുകൂടെ ഒരു നല്ല കളറാണ് ആണല്ലേ? ഒരു ലാവൻഡർ പിങ്ക്. ചേച്ചിക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. എവിടെ ആ മസിലൊന്ന് കാണിച്ചു കൊടുക്കും ഓഡിയൻസിന്. ഇത് ആ ഒരു മെറ്റീരിയലിൻ്റെ നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ് എടുത്തതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഉണ്ട്, സീക്വൻസ് ഉണ്ട്. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കണേ നോക്കിയ മെറ്റീരിയൽ. നല്ല രസമായിട്ട്. ഇതും നല്ലൊരു കളറാണല്ലേ? 2 തരം സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇതില്. ഓക്കെ, വൈറ്റും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ട്രാൻസ്പെറന്റും കൊടുത്തിട്ടുണ്ട്. ശരി. വൈറ്റ് നമ്മൾ ലൈനിങ് വെക്കുമ്പോൾ വൈറ്റ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അതൊരു ഡിഫറെന്റ് ആണ്. ഞാൻ ഒരെണ്ണം ലൈനിങ് വെച്ച് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ആണല്ലേ? ഏതാണ് അപ്പൊ എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട്? ഈ 4 ചൂസ് ചെയ്യുന്നത്? റനീഷയ്ക്ക് ഏതാണ് താല്പര്യം? എനിക്കെല്ലാം ഇഷ്ടമായി. നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ശരി, ഇത് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഭയങ്കര ഫൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ വർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കംപ്ലീറ്റ് വർക്കാണ് നോക്കൂ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെയിം കളർ ലൈനിങ് ആണല്ലേ നമ്മൾ എടുക്കുന്നത്? കളർ ലൈനിങ് വെച്ചിട്ട് ഇതെല്ലാം സ്റ്റിച്ചിങ് ആണ്, മെഷീൻ സ്റ്റിച്ചിങ് ആണ്. ഓക്കെ, മെഷീൻ സ്റ്റിച്ചിങ് ആണോ? ഓക്കെ. ഈ കളർ ലൈനിങ് എടുക്കുമ്പോൾ ഈ വൈറ്റിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അല്ലേ? ശരി. അപ്പോൾ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ 2 പേരും ചേർന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത് ചേച്ചിയുടെ കാവാലയ്യ സോങ്ങോട് കൂടിയിട്ടാണ്. റെഡി?
കൊല്ലരുത് ശരി. അപ്പോൾ നമ്മുടെ ചേച്ചി, നമ്മുടെ ലിസ്മ ചേച്ചി വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഞാൻ നല്ലൊരു ഡാൻസർ മാത്രമല്ല, എനിക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും എന്നും കൂടി നമ്മുടെ ഫ്ലോർ മാനേജർ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസിംഗ് ആണ് കുറച്ചുകൂടി പ്രിഫറബിൾ എന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോട്ട് ഐദർ കോൾ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓർഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രിപ്ഷൻ. ആൻഡ് മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇതെല്ലാം വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പറയാം നമുക്ക് പുളിമുട്ടിൽ പോയിട്ട് നല്ലൊരു പർച്ചേസ് ചെയ്തിട്ട് വരാമെന്ന് പറയാം. പിന്നെ മാത്രമല്ല നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ കളക്ഷൻസും എല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് മീ റനീഷ സൈനിങ് ഓഫ്. ബൈ.